Hello friends, welcome to another lecture of Make Mechanical Simple. See, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് again heat and mass transfer എന്നുള്ള സബ്ജക്റ്റിൽ നിന്നും മൊഡ്യൂൾ 5ന്റെ ഒരു റിവിഷൻ ആണ്. ദാറ്റ് ഈസ് റേഡിയേഷൻ ആണ് നമുക്ക് മൊഡ്യൂൾ 5ൽ വരുന്നത്. So if you are new to my channel, consider subscribing and click the bell icon for getting further updates, and don't forget to share it with your friends so that they can also learn online. So friends, first of all we are going to discuss the concept of shape factor. It is also called as view factor, geometry factor or configuration factor. So to understand the concept of shape factor, consider two radiating surfaces, and let's say the surface 1 is emitting radiation in all directions. Okay, so out of which only a portion of radiation energy reaches surface 2. Okay, but shape factor basically represent ചെയ്യുന്നത് 1ൽ നിന്നും ലീവ് ചെയ്യുന്ന എത്ര പോർഷൻ റേഡിയേഷൻ 2ൽ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത് ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. Okay, so note that shape factor between 1 and 2 is not equal to shape factor between 2 and 1. So shape factorന്റെ maximum value എന്ന് പറയുന്നത് 1 ആയിരിക്കും. എപ്പോഴാണ് രണ്ട് ബോഡീസ് തമ്മിലുള്ള shape factor 1 ആയിരിക്കുക? Let's consider an example like this. We have a closed enclosure like this, and inside that we have a body. So let's consider this as body 1 and the inside surface as body 2. Okay. So in this case we can say that the radiation energy leaves from surface 1 reaches surface 2. All the radiation energy leaves from surface 1 definitely will reaches surface 2 because ഇവിടെ body inside another body ആണ്. Okay, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രമാണ് നമുക്ക് F1 to 2 equal to 1 എന്ന് പറയാൻ പറ്റുക. പക്ഷെ ഇവിടെ തിരിച്ച് ശരിയാണോ? F2 to 1 1 ആവോ? ഇല്ല, ബിക്കോസ് എന്താണ്, രണ്ടിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ്, ഇതിൻ്റെ ഷേപ്പ് നോക്കൂ, ഇതിൻ്റെ ഷേപ്പ് കാരണം രണ്ടിൽ നിന്നും ലീവ് ചെയ്യുന്ന കുറച്ച് റേഡിയേഷൻ വിൽ ഫോൾ ടു ദ സെയിം ബോഡി. ഓക്കെ, സർഫസ് 2ന്ന് ലീവ് ചെയ്യുന്ന റേഡിയേഷൻസ് അതിലേക്ക് തന്നെ ഫോൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, പക്ഷേ സർഫസ് 1 ഒരു കോൺവെക്സ് സർഫസ് ആയിട്ടാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ സർഫസ് 1ൻ്റെ കേസിൽ അത് സംഭവിക്കത്തില്ല. ഓക്കെ, സിമിലർലി ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ 1 ആവുന്ന ഒരു സിമിലർ സിറ്റുവേഷൻ ആണ് ഇൻഫൈനൈറ്റ് പാരലൽ പ്ലേറ്റിൻ്റെ കേസിൽ. ഇവിടെ 1ൽ നിന്നും ലീവ് ചെയ്യുന്ന എല്ലാ റേഡിയേഷൻ എനർജിയും 2ൽ ഡെഫിനറ്റ് ആയിട്ട് എത്തിച്ചേരും, അതേപോലെ 2ൽ നിന്നും ലീവ് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും 1ലും എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ F1 to 2 is also 1 and F2 to 1 is also 1. Next we will be discussing some properties of shape factor. The first one is reciprocity theorem. It represents A1 F1 to 2 is equal to A2 F2 to 1. അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് F1 to 2ഉം F2 to 1ഉം തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ ദി ഡാറ്റ ബുക്ക് ഇൻ പേജ് നമ്പർ 82. റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 82ലാണ്. അപ്പോൾ യു ക്യാൻ ഫൈൻഡ് റെസിപ്രോസിറ്റി തിയറം ഹിയർ. ഓക്കെ, നൗ ആഫ്റ്റർ ദാറ്റ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി സേസ് ദാറ്റ് ഫ്ലാറ്റ് സർഫസിനും അതേപോലെ കോൺവെക്സ് സർഫസിൻ്റെ കേസിൽ ഷേപ്പ് ഫാക്ടർ ടു ഇറ്റ് സെൽഫ് വിൽ ബി 0. കാരണം ഈ കേസിൽ ഇവിടുന്ന് ലീവ് ചെയ്യുന്ന റേഡിയേഷൻ എനർജി ഇതിലേക്ക് തന്നെ ഫോൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേപോലെ തന്നെയാണ് കോൺവെക്സ് സർഫസിൻ്റെ കേസിലും. ഓക്കെ, അവിടുന്ന് ലീവ് ചെയ്യുന്ന എനർജി അതിലേക്ക് തന്നെ ഫോൾ ചെയ്യാനുള്ള പ്രോബിലിറ്റി 0 ആണ്. അതുകൊണ്ടാണ് F1 to 1 0 ആവുന്നത്. പക്ഷേ നേരെ മറിച്ച് കോൺകേവ് സർഫസിൻ്റെ കേസിൽ നോക്കൂ, കോൺകേവ് സർഫസിൻ്റെ കേസിൽ F1 to 2 നോട്ട് ഈക്വൽ ടു 0, കാരണം ദർ ഈസ് എ ചാൻസ് ദാറ്റ് സം റേഡിയേഷൻ മേ ഫോൾ ഇൻ ടു ദ ബോഡി ഇറ്റ് സെൽഫ്. Next one is additive rule. Additive rule represent ചെയ്യുന്നതെന്ന് വെച്ചാൽ suppose we have a radiation exchange between surface 1 and 2 and surface 2നെ നമ്മൾ again രണ്ടായിട്ട് subdivide ചെയ്തിട്ടുണ്ട് as surface 3 and 4. Then we can say that F1 to 2 is equal to F1 to 3 plus F1 to 4. Okay, this rule is also available in the data book in the next page, that is page number 84. It is available here. Okay, so please note down that also. See, the next property we are going to discuss is the summation rule. So for that I have considered a closed enclosure having 3 surfaces. Then we can say that F1 to 1 plus F1 to 2 plus F1 to 3 is equal to 1, and similarly for second surface and similarly for the third surface as well. That means summation rule represent ചെയ്യുന്നത് സർഫസ് 1ൽ നിന്ന് ലീവ് ചെയ്യുന്ന ടോട്ടൽ റേഡിയേഷൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് മീൻസ് സർഫസ് 1ന്ന് ലീവ് ചെയ്യുന്ന റേഡിയേഷനിൽ ഒരു പോർഷൻ ചിലപ്പോൾ 1ൽ തന്നെ ഫോൾ ചെയ്യാം ഇഫ് ഇറ്റ് ഈസ് എ കോൺകേവ് സർഫസ്, ആൻഡ് സം പോർഷൻ മേ ഫോൾ ഇൻ ടു സർഫസ് 2 ആൻഡ് ദ റിമൈനിങ് പോർഷൻ വിൽ ഫോൾ ഇൻ ടു സർഫസ് 3. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓരോ സർഫസിനും ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്.
See, the next one is symmetry rule. So for that I have considered an isosceles triangle here. So നമുക്കറിയാം ഒരു isosceles triangle-ന് അതിൻ്റെ രണ്ട് സൈഡും തേർഡ് സൈഡുമായിട്ട് സിമ്മട്രി ഉണ്ട് അല്ലേ? So that means we can say that f1 to 2 is equal to f1 to 3. Okay, and the reverse also, f2 to 1 is equal to f3 to 1. Okay, so that's all about shape factors. See, next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് concept of irradiation and radiosity ആണ്. Okay, so what is irradiation? Irradiation is nothing but the total incident radiation hitting on a surface. So I have considered an opaque surface here. എന്താണ് opaque surface എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ our tau equal to 0 ആയിരിക്കും. That means transmittivity equal to 0 ആയിരിക്കും. That means we can write for an opaque surface alpha plus rho is equal to 1. That is absorptivity plus reflectivity equal to 1. From this we can write rho is equal to 1 minus alpha, and if you apply Kirchhoff law here we can write rho is equal to 1 minus epsilon. Okay, so for an opaque surface we can even replace rho with 1 minus epsilon. Okay, so irradiation കൊണ്ട് ഉദ്ദേശിക്കുന്നത് the total incident radiation hitting on a surface. Okay, now what is radiosity? Radiosity എന്ന് പറഞ്ഞാൽ it is a total radiation leaving a surface. Okay, so നമുക്കറിയാം ഈ ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷനിൽ ഒരു പോർഷൻ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. Okay, that means if G is the irradiation and rho is the reflectivity, then rho G will be reflecting. Okay, so this amount will be already reflecting. That means it is also leaving from the surface. And similarly, the surface will be having an emissivity epsilon. So because of that, epsilon into EB, that is the black body radiation, this will be emitting by the surface also. So the total energy, the total radiation energy leaving the surface എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ രണ്ട് ക്വാണ്ടിറ്റിയുടെ സം ആയിരിക്കും. That means radiosity can be written as J is equal to rho G plus epsilon into EB. See, this is also available in the data book. Okay, you can refer that. No need to by heart this equation. Okay, now if we separate G from this equation and find J minus G, or radiosity minus irradiation. See, what this actually represents? It's actually represent the net heat transfer per unit area. Okay, surface 1 എന്നുള്ള net heat transfer per unit area ആണ് the quantity J minus G represent ചെയ്യുന്നത്. അപ്പോൾ ഞാനത് സിംപ്ലിഫൈ ചെയ്തൊന്നും കാണിച്ചു തരുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കാം. If you do J minus G, you will get an equation like this. And if you bring this area into the numerator and that again into the denominator, finally you will get an equation like this. That is the net heat transfer in watt. Okay, this is not in per unit area. Okay, the final equation what you will get is EB minus J divided by 1 minus epsilon divided by A epsilon. See, this equation is important. This equation നിങ്ങൾ പഠിക്കണം. See, ഇതിൻ്റെ ഈ equation ഒരു significance ഉണ്ട്. See, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ ആക്ച്വലി ഒരു ബോഡിക്ക് ബ്ലാക്ക് ബോഡിയുടെ അത്രയും എമിസീവ് പവർ ഉണ്ടായിരിക്കണം. ഓക്കെ, പക്ഷേ അത് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ബിക്കോസ് ഇറ്റ്സ് സർഫസ് ഹാവിങ് സം റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ആണ് ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം. അപ്പോൾ 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ റെപ്രസെൻറ്റ്സ് ദി സർഫസ് റെസിസ്റ്റൻസ് ഓഫ് ദി ബോഡി. Okay, but because of this surface resistance, instead of black body emission, നമുക്ക് radiosity മാത്രമാണ് അവിടെ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്ന എനർജി ആയിട്ട് കിട്ടുന്നത്. അതാണ് ഈ ഇക്വേഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഗ്രേ ബോഡീസ് ആണ്. എന്താ ഗ്രേ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോഡീസ് അല്ലാത്ത എല്ലാ സർഫസിനെയും നമുക്ക് ഗ്രേ ബോഡീസ് എന്ന് വിളിക്കാം. Okay, so I have considered two surfaces here, surface 1 and 2, and we know the radiosity of surface 1, that is the energy leaving from the surface 1 is J1. Okay, so out of this J1, what fraction will reach in surface 2? അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? J1ൻ്റെ കൂടെ നമ്മൾ ഷേപ്പ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദാറ്റ് ഫ്രാക്ഷൻ. ഓക്കെ, now this quantity will be in per unit area. If you multiply this with area, what you will get is the total energy leaves from surface 1 and reaches surface 2. Similarly, we can write in the reverse way, that is the total energy leaves from surface 2 and reaches surface 1 can be represented as A2 F2 to 1 into J2. Okay, so we can write the net heat transfer as the difference between these two quantities. So that is A1 F1 to 2 J1 minus A2 F2 to 1 J2.
Now this A2F2 can be replaced with A1F1 because we can apply reciprocity theorem there. Okay, so we can take actually A1F1 common. So what inside bracket will get J1 minus J2. Okay, now we can rearrange this equation in this format. That is J1 minus J2, we can bring this term to the denominator. So in the denominator what we'll get is 1 by A1F1 and this quantity in the bracket is nothing but the space resistance. It is called space resistance. So far we have considered the surface resistance and space resistance separately. Now what will happen if we consider surface resistance and space resistance together? So for that I have considered two grey bodies exchanging radiation heat transfer between them. So ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സർഫസ് 1-ന് if it was a black body, ഇതൊരു ബ്ലാക്ക് ബോഡി ആയിരുന്നെങ്കിൽ അതിനുണ്ടാവേണ്ടിയിരുന്ന എമിഷൻ പവർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് EB1. ഓക്കെ, സിമിലർലി സർഫസ് 2-ന് ഉണ്ടാവേണ്ടിയിരുന്ന എമിഷൻ പവർ എന്ന് പറയുന്നത് എന്താണ്? that will be EB2. ഓക്കെ, if these two bodies were black, ഇത്രയും എമിഷൻ പവർ ഈ രണ്ട് ബോഡീസിനും ഉണ്ടായിരിക്കും. ദിസ് ഈസ് നത്തിങ് ബട്ട് ദി സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. പക്ഷെ നമുക്കതിവിടെ അവൈലബിൾ ആയിട്ടില്ല. ബിക്കോസ് സർഫസ് 1-ൽ നമുക്ക് റേഡിയോസിറ്റി J1 മാത്രമായിരിക്കും ലീവ് ചെയ്യുന്നത്. സിമിലർലി സർഫസ് 2-ൽ നമുക്ക് റേഡിയോസിറ്റി J2 മാത്രമായിരിക്കും ഇവിടുന്ന് ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്? ഈ സർഫസിലുള്ള റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്കൊരു സർഫസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. നൗ J1-ഉം J2-ഉം ഡിഫറെൻ്റ് ആവാനുള്ള കാര്യം എന്താണ്? ബിക്കോസ് ഇൻ ബിറ്റ്വീൻ വി ഹാവ് എ സ്പേസ് റെസിസ്റ്റൻസ് ഓൾസോ. Okay, so if we consider both the surface resistance and space resistance together, we can write the equation for net heat transfer as EB1 minus EB2 divided by the total resistance. Total resistance എന്ന് പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ബോഡിയിലെ സർഫസ് റെസിസ്റ്റൻസും സെക്കൻഡ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പേസ് റെസിസ്റ്റൻസും ആൻഡ് തേർഡ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് അഗെയിൻ സർഫസ് റെസിസ്റ്റൻസ് ഓഫ് ദി സെക്കൻഡ് ബോഡി. Now to have a better understanding, we can even consider this analogous to an electrical network. If this is an electrical network, we can write the potential in the surface 1 as EB1, but actually we have available J1 matrana because of the surface resistance. Okay, and similarly at surface 2 also we EB2 undavendirunnathanu, പക്ഷേ നമുക്ക് J2 മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് because of the surface resistance there. Okay, now in between J1 and J2 we have space resistance also. Okay, now we can even consider each of these layers individually. Okay, ഇവിടെ നമ്മൾ മൊത്തം കൺസിഡർ ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇതേ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ഓരോ പോർഷനും കൺസിഡർ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ദാറ്റ് മീൻസ് വി ക്യാൻ ഈവൻ റൈറ്റ് ഇറ്റ് ആസ് EB1 minus J1 divided by അവിടുത്തെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ്, ആൻഡ് വി ക്യാൻ ഈവൻ റൈറ്റ് ഇറ്റ് ആസ് J1 minus J2 divided by അവിടുത്തെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ്, ആൻഡ് ഹിയർ ഓൾസോ ഇൻ ദ സെയിം വേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് ലെയർ മാത്രം കൺസിഡർ ചെയ്തിട്ട് എഴുതാം, EB1 minus J2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് റെസിസ്റ്റൻസും ആഡ് ചെയ്ത് താഴെ എഴുതിയാൽ മതി. അപ്പോൾ ദിസ് ഈസ് സിമിലർ ടു നമ്മൾ കണ്ടക്ഷനിൽ കോമ്പോസിറ്റ് വാളിലും കോമ്പോസിറ്റ് സിലിണ്ടറിലൊക്കെ ചെയ്ത അതേ മെത്തേഡാണ് നിങ്ങൾ ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സി റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അപ്പോൾ ഇത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഫൈനൈറ്റ് പാരലൽ പ്ലേറ്റ്സിൻ്റെ പ്രോബ്ലം ചെയ്യാം, കോൺസെൻട്രിക് സിലിണ്ടറിൻ്റെ പ്രോബ്ലം ചെയ്യാം, കോൺസെൻട്രിക് സ്ഫിയറിൻ്റെ പ്രോബ്ലം ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഫോർ സിംപ്ലിസിറ്റി നമുക്ക് ഈ മൂന്ന് കേസിൻ്റെ ഇക്വേഷൻ ഒന്ന് സെപ്പറേറ്റ് എഴുതി നോക്കാം. So for that I have taken A1 from the denominator and brought it to the numerator. So I have got this equation like this. അപ്പോൾ ഇവിടെ ഒരു A1 by A2 എന്നുള്ള റേഷ്യോ വന്നിട്ടുണ്ട്, ബിക്കോസ് അവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ A1 ഉണ്ടായിരുന്നില്ല. ഓക്കെ, now we can write this equation as Fg1 A1 into EB1 minus EB2, where the term Fg1 is known as gray body factor. Okay, so it is nothing but 1 by this denominator term. So I have write down the equation for gray body factor here. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ കേസിലും ഈ ഗ്രേ ബോഡി ഫാക്ടറിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഈ ഗ്രേ ബോഡി ഫാക്ടർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് പാരലൽ പ്ലേറ്റിൻ്റെ കേസാണ്. സോ ഇൻഫൈനൈറ്റ് പാരലൽ പ്ലേറ്റ്സിൻ്റെ കേസിൽ A1 will be equal to A2. So these two terms gets cancelled. And we know that F1 to 2 in the case of infinite parallel plates is 1. Okay, P space resistance in a term എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. അപ്പോൾ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വിൽ ഗെറ്റ് ദി ഇക്വേഷൻ ആസ് 1 by epsilon 1 plus 1 by epsilon 2 minus 1.
സോ ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഇൻഫൈനൈറ്റ് പാരലൽ പ്ലേറ്റ്സിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ A1 ഇൻറ്റു EB1 മൈനസ് EB2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വിൽ ഗെറ്റ് ദി നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ. Similarly, we can find the equation for cylinder and sphere, concentric cylinder and concentric sphere. See, ഇവിടെ A1 by A2 എന്ന് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും, R1 by R2 എന്നായിട്ട് മാറും സിലിണ്ടറിൻ്റെ കേസിൽ. സ്ഫിയറിൻ്റെ കേസിൽ നമുക്കറിയാം 4πr² ആണ് ഇക്വേഷൻ, അതുകൊണ്ട് തന്നെ ഇവിടെ R1² by R2² എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. ഓക്കെ, സോ ദ ബേസിക് ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ഏതാണ്, ഈ ഇക്വേഷനാണ് നമ്മൾ പഠിക്കേണ്ട ബേസിക് ഇക്വേഷൻ. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സിലിണ്ടറിൻ്റെ ഇക്വേഷനും സ്ഫിയറിൻ്റെ ഇക്വേഷനും ഇൻഫൈനൈറ്റ് പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇക്വേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോബ്ലം വന്നാലും നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫൈനൈറ്റ് പാരലൽ പ്ലേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയേഷൻ ഷീൽഡിൻ്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്താ വരിക എന്നുള്ളതാണ്. So for that I have considered two parallel surfaces 1 and 2. In between I have considered a body 3. So it is nothing but the radiation shield. Okay, so here the basic idea എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ like what we have discussed in the case of composite wall, the heat transfer between 1 and 3 will be equal to the heat transfer between 3 and 2, and that will be equal to the heat transfer between 1 and 2, the net heat transfer between 1 and 2 if we consider both these layers together. Okay, അതാണ് ഇവിടുത്തെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Q1 to 3 is equal to Q3 to 2 and that is equal to the net heat transfer Q1 to 2. നമുക്കിത് ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ഓരോ ലെയറും കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഒരുമിച്ചും നമുക്ക് കൺസിഡർ ചെയ്യാം. എങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് Q13 ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നോക്കൂ, ഞാനിവിടെ ടെമ്പറേച്ചേഴ്സ് എടുത്തിട്ടുള്ളത് T1 and T3 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ എമിസിവിറ്റീസ് എടുത്തിരിക്കുന്നത് നോക്കൂ, ε1ഉം ε3 ആണ്. ദാറ്റ് മീൻസ് ε1 ഈ സർഫസിലെയും ε3 ഈ സർഫസിലെയാണ്. ഓക്കെ, നൗ Q3 to 2 ആണ് ഞാനിവിടെ സെക്കൻഡ് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q3 to 2. 3 to 2 എടുത്തപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ സൈഡിലെ എമിസിവിറ്റിയാണ്. ദാറ്റ് ഈസ് 1 by ε3 plus 1 by ε2. ദാറ്റ് ഈസ് ദി എമിസിവിറ്റി ഓഫ് ദി സെക്കൻഡ് സർഫസ്. ഓക്കെ, -1. ഓക്കെ, ഇനി നമുക്ക് ഇതേ സംഭവം ഒരുമിച്ച് കൺസിഡർ ചെയ്യാം, അഥവാ 1 to 2 ടുഗദർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിട്ട് മാറും, ന്യൂമറേറ്ററിൽ T1 power 4 minus T2 power 4 എന്നായും, ആൻഡ് ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ ഈ രണ്ട് സർഫസ് റെസിസ്റ്റൻസും നമ്മൾ ഒരുമിച്ച് എഴുതണം, ആഡ് ചെയ്ത് എഴുതണം. ദാറ്റ് ഈസ് 1 by ε1 plus 1 by ε3 minus 1 and 1 by ε3 plus 1 by ε2 minus 1. Okay, so this is the equation for net heat transfer. Okay, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എല്ലാം യൂസ് ചെയ്യാം. അത് തന്നിരിക്കുന്ന ഡാറ്റക്ക് അനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. നൗ ഇതിൽ കൂടെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പെർസെൻറ്റേജ് റിഡക്ഷൻ. പെർസെൻറ്റേജ് റിഡക്ഷനോട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് സപ്പോസ് ഇവിടെ റേഡിയേഷൻ ഷീൽഡ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ റേഡിയേഷൻ ഷീൽഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാരണം വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ അത് കാണണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇക്വേഷൻ, heat transfer without radiation shield minus heat transfer with radiation shield divided by heat transfer without radiation shield. So this is the difference. Without and with radiation shield difference എടുക്കുക, എന്നിട്ട് without radiation shield ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ Q1 to 2 വിത്തൗട്ട് റേഡിയേഷൻ ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഈ റേഡിയേഷൻ ഷീൽഡ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു കൺസിഡർ A sigma T1 power 4 minus T2 power 4 divided by 1 by ε1 and 1 by ε2 minus 1. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഇക്വേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. Next we are going to discuss a university problem from radiation heat transfer. So look at the problem description. Two large plates, one at 800 Kelvin and other at 600 Kelvin, have emissivities 0.5 and 0.8 respectively. A radiation shield having an emissivity 0.1 on one side and emissivity 0.05 on the other side is placed between the plates. Calculate the heat transfer by radiation per square meter. അപ്പോൾ per unit ഏരിയയിലാണ് ഇവിടെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ കാണേണ്ടത്. കാരണം ഏരിയ നമുക്ക് തന്നിട്ടില്ല. With and without radiation shield. So I have drawn a figure here and I have write down all the given details also here. So ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റേഡിയേഷൻ ഷീൽഡിൻ്റെ എമിസിവിറ്റീസ് രണ്ട് സൈഡിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ε3A is equal to 0.1 ആണ് ആൻഡ് ε3B is equal to 0.05 ആണ്. So I have taken it as two different emissivities. Okay, now what we have to find out,
we have to find out the radiation heat transfer without radiation shield and with radiation shield. So without shield ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേഡിയേഷൻ ഷീൽഡ് ഇവിടെ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യേണ്ട. സോ വാട്ട് വിൽ ബി ദി ഇക്വേഷൻ? ദാറ്റ് വിൽ ബി സിഗ്മ ഇൻറ്റു, നമ്മൾ ഏരിയ ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല കേട്ടോ, സിഗ്മ ഇൻറ്റു T1 പവർ 4 മൈനസ് T2 പവർ 4 ഡിവൈഡഡ് ബൈ 1 ബൈ എപ്സിലോൺ 1 ഇവിടുത്തെ റെസിസ്റ്റൻസ് പ്ലസ് 1 ബൈ എപ്സിലോൺ 2 മൈനസ് 1. ഓക്കെ, ആൻഡ് വിത്ത് ഷീൽഡ് ആണെങ്കിലും നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ട് ടെമ്പറേച്ചേഴ്സ് ആണ്. സോ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് കമ്പൈൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സിഗ്മ ഇൻറ്റു T1 പവർ 4 മൈനസ് T2 പവർ 4. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെയുള്ള റെസിസ്റ്റൻസ് പ്ലസ് ഇവിടെയുള്ള റെസിസ്റ്റൻസ് കൂടി ആഡ് ചെയ്യണം. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് റിട്ടൺ ഹിയർ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സി ഐ ഹാവ് റിട്ടൺ ഹിയർ ആസ് 1/3A ആൻഡ് 1/3B സെപ്പറേറ്റ്ലി. ഓക്കെ, 1/3യും 1/3Bയും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് പെർസെൻറ്റേജ് റിഡക്ഷൻ ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് പെർസെൻറ്റേജ് റിഡക്ഷനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതെങ്ങനെ കണ്ടുപിടിക്കുക? Q വിത്തൗട്ട് ഷീൽഡ് മൈനസ് Q വിത്ത് ഡിവൈഡഡ് ബൈ Q വിത്തൗട്ട് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഫോർ പെർസെൻറ്റേജ് റിഡക്ഷൻ. ആൻഡ് സിമിലർലി നമ്മളോട് ഇതിൻ്റെ കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റേഡിയേഷൻ ഷീൽഡിൻ്റെ ടെമ്പറേച്ചർ അഥവാ T3 നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഇൻ ദാറ്റ് കേസ്. ഓക്കെ, ഈ ഇക്വേഷൻ അഥവാ Q1 to 3 is equal to Q3 to 2. ഓക്കെ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, കാരണം ഇതിൽ ഓൺലി അൺനോൺ എന്ന് പറയുന്നത് ആരായിരിക്കും? T3 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് T3 കണ്ടുപിടിക്കാൻ പറ്റും. See, next we'll discuss a worked out example from the textbook. An electric heating system is installed in the ceiling of a room 5 meter into 5 meter width into 2.5 meter height. The temperature of the ceiling is 315 Kelvin, whereas under equilibrium conditions, the walls are at 295 Kelvin. If the floor is non-sensitive to radiations, so this is very important. Okay, അപ്പോൾ നമ്മളിവിടെ ഫ്ലോർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. Non-sensitive to radiations എന്നാണ് പറഞ്ഞിട്ടുള്ളത്. And the emissivities of the ceiling and the wall are given. Okay, calculate the radiant heat loss from the ceiling to the walls. So I hope all of you have read the question very carefully. So I have write down all the given details here. So for the time being, I have only considering one wall and one ceiling. നമുക്ക് 4 വാൾസും ഒരു സീലിംഗും ആണുള്ളത്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഒരു വാളും ഒരു സീലിംഗും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? വിൽ മൾട്ടിപ്ലൈ ദ ഹീറ്റ് ട്രാൻസ്ഫർ വിത്ത് 4. ഓക്കെ, അതാണ് നമ്മളുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എന്താണ്? ദിസ് ഈസ് ദ ജനറൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ ബിറ്റ്വീൻ 2 ഗ്രേ സർഫസസ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? വി നോ ദി ഏരിയ, സിഗ്മ, ടെമ്പറേച്ചർ വാല്യൂസ്, എപ്സിലോൺ 1 ആൻഡ് എപ്സിലോൺ 2 എല്ലാം നമുക്കറിയാം. ഓൺലി അൺനോൺ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഷേപ്പ് ഫാക്ടർ F1 to 2 ആണ്. ഓക്കെ, അപ്പോൾ F1 to 2 ഇവിടെ കണ്ടെത്താൻ നമുക്ക് എന്തിൻ്റെ സഹായം വേണം? ഡാറ്റാ ബുക്കിൻ്റെ സഹായം വേണം. സോ നെക്സ്റ്റ് വിൽ സി ഹൗ ടു ഫൈൻഡ് ഷേപ്പ് ഫാക്ടർ ഇൻ ദിസ് കേസ്. So in page number 95 you can find shape factor for perpendicular rectangles. അപ്പോൾ ഇതാണ് നമ്മളുടെ കേസ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ഫാക്ടർ ഈ ടേബിൾ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫോർ ദ സെയിം കേസ് വി ഹാവ് ഗിവൺ എ ഗ്രാഫ് ഓൾസോ. ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു റെഫറൻസ് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദീസ് റേഷ്യോസ് Z and Y. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗിവൺ പ്രോബ്ലത്തിൽ ഈ Z and Y ഒക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഫോർ ദാറ്റ് സി ലുക്ക് അറ്റ് അവർ പ്രോബ്ലം. സോ ഇവിടെ നമുക്കറിയാം ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ സീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നേരെ തിരിഞ്ഞിട്ടാണ്, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇവിടെ ബോട്ടം സർഫസ് ആണ്, കാരണം സീലിംഗ് ടോപ്പിലാണ് വരുന്നത്, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, സോ ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ട് നമ്മൾ സീലിംഗ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ സീലിംഗിൻ്റെ വിഡ്ത്ത് എത്രയാണ്? ദാറ്റ് ഈസ് 5. സോ L1 എന്നുള്ളത് ഞാൻ 5 എന്ന് എടുത്തു. ഓക്കെ, ആൻഡ് L2 എന്ന് പറയുന്നത് വാളിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ അത് 2.5 ആണെന്ന് നമുക്കറിയാം. ആൻഡ് സിമിലർലി ബി എന്ന് പറയുന്നത് കോമൺ സർഫസ് ആണ്, രണ്ടും മീറ്റ് ചെയ്യുന്ന കോമൺ സർഫസ്, അതും നമുക്ക് 5 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഈ ഇസഡിൻ്റെയും വൈൻ്റെയും വാല്യൂ L2/B 0.5ഉം വൈൻ്റെ വാല്യൂ L1/B 1ഉം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ 0.5 എന്നും വൈൻ്റെ വാല്യൂ 1 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടേബിളിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയതാണ് 0.5 ആണ്. അപ്പോൾ ഇവിടെ 0.4 കഴിഞ്ഞാൽ 0.6 ആണ്. ഓക്കെ, 1 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിർവാഹമില്ല. അപ്പോൾ ബെറ്റർ നമ്മളിവിടെ ഗ്രാഫ് റെഫർ ചെയ്യുന്നതാണ് കുറച്ചുകൂടിയും ബെറ്റർ.
അപ്പോൾ ഗ്രാഫിൽ നമുക്ക് L2/B എന്ന് പറയുന്നത് ആരാണ്? ഇത് ആക്ച്വലി Z ആണ്. അപ്പോൾ Z നമുക്കറിയാം 0.5 ആണ്. അപ്പോൾ ഞാനിവിടെ 0.4 കഴിഞ്ഞാൽ 0.6 ആണുള്ളത്. അപ്പോൾ ദിസ് ഈസ് ഇതിൻ്റെ എക്സാക്റ്റ് മിഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ 0.4ൻ്റെയും 0.6ൻ്റെയും ഇടയിൽ നമുക്ക് 10 ലൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 2 3 4 5 ഈ അഞ്ചാമത്തെ ലൈനിൽ നിങ്ങൾ ഒന്ന് സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഒന്ന് സ്കെയിൽ വെച്ച് കൊടുക്കാം. നൗ യു ക്യാൻ സീ L1/B റേഷ്യോ. L1/B എന്ന് പറഞ്ഞാൽ ആരാണ്? Y ആണ്. ആ റേഷ്യോ ഇവിടെ കുറേ മൾട്ടിപ്പിൾ ഗ്രാഫ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. നമുക്ക് അതിൻ്റെ വാല്യൂ എത്രയാണ്? L1/Bൻ്റെ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 ആണ്. അപ്പോൾ 1ൻ്റെ കർവ് യു ക്യാൻ ഫൈൻഡ് ഹിയർ. അപ്പോൾ ആ കർവ് ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് സി. ഐ ഗോട്ട് ദിസ് പോയിൻ്റ്. ഓക്കെ, നൗ ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ സ്കെയിൽ നേരെ ഹൊറിസോണ്ടൽ ആക്കുക. അപ്പോൾ അത് എവിടെ വന്നിട്ടാണ് മീറ്റ് ചെയ്ത് നോക്കുക. സോ ദിസ് ഈസ് ദ റിക്വയർഡ് പോയിന്റ് ആൻഡ് ഇതിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത് 0.1ഉം ഇവിടെ 0.2 ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം 0.15 0.14 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ നമ്മുടെ പ്രോബ്ലത്തിൽ വി ക്യാൻ ടേക്ക് F1 to 2 ആസ് 0.15 ഇൻ ദിസ് കേസ്. അത് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനോ നിൽക്കണ്ട. ഓക്കെ, സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ യു വിൽ ഗെറ്റ് ദി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു വോൾ മാത്രമാണ് കൺസിഡർ ചെയ്തത്. ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 4. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ ഇപ്പം നമുക്ക് പെർപെൻഡിക്കുലർ റെക്ടാങ്കിൾസ് ആണ് തന്നത്. ഡാറ്റാ ബുക്കിൽ ഇതേപോലെ വേറെയും കുറേ കേസസ് ഉണ്ട്. സി ഈക്വൽ ആൻഡ് പാരലൽ റെക്ടാങ്കിൾസ് ഇൻ ഓപ്പോസിറ്റ് ലൊക്കേഷൻ. ഓക്കെ, ഇനി ഇഫ് യു ടേൺ പേജസ് യു ക്യാൻ ഫൈൻഡ് നോൺ ഇൻ്റർസെക്റ്റിംഗ് പെർപെൻഡിക്കുലർ റെക്ടാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് ഫിഗർ നോക്കുക, ഇവിടെയും പല റേഷ്യോസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡാറ്റ ബുക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഏത് കേസ് തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഓഫ്സെറ്റ് ആൻഡ് നോൺ ഇൻ്റർസെക്റ്റിംഗ് പെർപെൻഡിക്കുലർ സ്ക്വയേഴ്സ്, അതേപോലെ ഷേപ്പ് ഫാക്ടർ ഫോർ കോആക്സിയൽ ഡിസ്ക് ഓഫ് ഡിഫറെൻറ്റ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ പേജിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ.